കോഴിക്കോട്ടെ സ്വിസ് ബാങ്കിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്നും രാഹുൽ സുരേഷ് തത്സമയം ചെയ്യുന്നുണ്ട്. രാഹുൽ, സ്വിസ് ബാങ്കിലെ പോലീസിന്റെ പരിശോധന അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്ത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ശ്രമം? ഒപ്പം എങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഇതിൽ കടുപ്പിക്കുന്നത് പോലീസ്? പ്രജിൻ, ഇപ്പോൾ നടക്കാവ് പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിലാണ് കോഴിക്കോട് നടക്കാവിലുള്ള സ്വിസ് ബാങ്കിന്റെ സ്ഥാപനത്തിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായ വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ഒപ്പം തന്നെ സൈബർ സെല്ലും ഉള്ളത്. കാരണം 8ഓളം ഡയറക്ടർമാരാണ് ഇതിന്റെ അകത്ത് പങ്കാളികളായിട്ടുള്ളത് എന്ന പരാതിയാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത്. ടി സിദ്ദിഖ് MLA ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസിന്റെയും ഒപ്പം തന്നെ സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിൽ സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3000-ലധികം ആളുകൾ ഈ തട്ടിപ്പ് ഇരയായി എന്നുള്ള പരാതി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ 5 FIR-കൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ആരൊക്കെയാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്, അതോടൊപ്പം തന്നെ ഡയറക്ടർമാർ ആരൊക്കെയാണ് എന്നതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കാവ് പോലീസിന്റെ സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഈ സ്ഥാപനം അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. യാതൊരു സാധനങ്ങളും നിലവിൽ കോഴിക്കോട് നടക്കാവിലുള്ള ഈ ഓഫീസിൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി സ്ഥാപനം അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ എങ്കിലും ഈ സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ടി സിദ്ദിഖ് MLA ഭാര്യയായ ഷറഫുനീസയെ 4ാം പ്രതിയാക്കിക്കൊണ്ടാണ് നടക്കാവ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഇന്നലെ 5ാമത്തെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് 4ാം പ്രതിയാക്കി കേസ് എടുത്തിട്ടുള്ളത്. ഈ ഷറഫുനീസയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ 2022 ഡിസംബർ 8-ന് അവർ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു എന്ന ആരോപണം അവർ നിഷേധിക്കുകയാണ്. പകരം ബാങ്ക് മാനേജർ എന്ന നിലയിൽ മാത്രമാണ് ഷറഫുനീസ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് എന്ന കാര്യം കൂടി ഷറഫുനീസയുടെ ഭാഗത്തു നിന്നും പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ടി സിദ്ദിഖ് MLA മാധ്യമങ്ങളെ കണ്ടിരുന്നു. അല്പം മുമ്പാണ് കോഴിക്കോട് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പക്ഷെ കാര്യമായ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നിൽ CPM ആണെന്നും CPM മുൻ കൗൺസിലറുടെ മകളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണം. നിലവിലുള്ള മറ്റു വാർത്തകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വീണ വിജയന്റെ ഉൾപ്പെടെ പേരിലുള്ള കേസുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് ടി സിദ്ദിഖ് എന്താണെങ്കിലും മാധ്യമങ്ങളെ കണ്ട് അല്പം മുമ്പ് പറഞ്ഞത്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്തെത്തുകയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതാണ്, അതായത് സ്വിസ് എന്ന രാജ്യവ്യാപകമായുള്ള ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന പേരിൽ SIS സ്വിസ് ബാങ്ക് എന്ന പേരിലാണ് ഇവർ സ്ഥാപനം നടത്തിയിരുന്നത്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഡെയിലി ഡെപ്പോസിറ്റ്, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായി ആളുകളുടെ കയ്യിൽ നിന്നും ഏതാണ്ട് 15 കോടി മുതൽ 20 കോടി രൂപ വരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്ക്. കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലകളിലായി ഏതാണ്ട് 6 ബ്രാഞ്ചുകളായിരുന്നു സ്വിസ് ബാങ്കിന് ഉണ്ടായിരുന്നത്. ഇവിടങ്ങളിലായി 3000-ഓളം ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഏതാണ്ട് 20 കോടി രൂപ വരെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഷറഫുനീസയുമായി നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു. ഇവർ ജോലി ചെയ്തിരുന്ന സമയത്ത് കുറേയധികം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നെന്നും ആ ബാധ്യതകളെല്ലാം തന്നെ താൻ ഇറങ്ങുന്നതിന് മുമ്പ് തീർത്തു എന്നുമാണ് രാവിലെ ഷറഫുനീസ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ടി സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ തന്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന സമയത്ത് ചില നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ബാധ്യതകൾ ഇനിയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. 3ഓളം ബാധ്യതകളുടെ ഭാഗമായി 10 ലക്ഷം രൂപ ഇനിയും നിക്ഷേപകർക്ക് നൽകാനുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തന്റെ ഭാര്യയെ പ്രതി ചേർത്തിരിക്കുന്നത് എന്ന കാര്യമാണ് സിദ്ദിഖ് പറഞ്ഞത്. ഇവരുടെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ഒരു അവ്യക്തത നിലവിൽ വ്യക്തമാണ്. പ്രജിൻ, എന്താണെങ്കിലും പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊടുവിൽ കൃത്യമായ ഒരു വിവരങ്ങൾ, വ്യക്തത ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, ശരി. എന്താണ് ഒറ്റനോട്ടത്തിൽ സ്വിസ് ബാങ്ക് എന്ന് കേട്ടാൽ വലിയൊരു ബാങ്കാണെന്ന് തോന്നും. BANC എന്നാണ് ബാങ്കിന്റെ സ്പെല്ലിംഗ് എന്നുകൂടി അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണെന്ന് മനസ്സിലാവുന്നത്. എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവൂ. രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.